കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചാപ്പന്നൂർ ശ്രീമാട്ടി ജംഗ്ഷനിൽ ചർച്ച് ബോർഡിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് കടന്നു വന്ന മാറ്റമില്ലാത്ത ദൈവവചന പ്രഘോഷണവും സ്വർഗീയ ദൂതും അറിയിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവബഹുലമായ ഓരോ ദിനരാത്രങ്ങളുമാണ് നമ്മളെ വിട്ട് കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയകളും TV വാർത്തകളും പരിശോധിക്കുമ്പോൾ ഭയം ഉളവാക്കുന്നതും ഭീതി ജനിപ്പിക്കുന്നതുമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് കളയുവാനിടയായി. സർവശക്തനായ ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ആക്കി വെച്ചു. എന്നാൽ മനുഷ്യൻ ഇന്ന് മൃഗതുല്യമായി തീർന്നിരിക്കുകയാണ്. മനുഷ്യനെ സ്വന്തം ശരീരത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഭൂമിയിലാക്കി വെച്ചത് മൃഗതുല്യമായി തീരുവാനല്ല. മൃഗത്തിന് ദേഹിയുള്ള ആത്മാവില്ല. മനുഷ്യന് ദേഹവും ദേഹിയും ആത്മാവും കൊടുത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുവാനുമുള്ള വിവേക ബുദ്ധിയും ചിന്തകളും കൊടുത്തത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ, ബൈബിൾ പറയുന്ന മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി തീരും. എത്ര കറക്റ്റാണ് ബൈബിൾ പറയുന്നത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നുകൊണ്ട് നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി മാറുകയാണ്. തന്റെ സഖിമാരെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ മക്കളെ അല്ലെങ്കിൽ അപ്പനെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ സ്വന്തം മകൻ 27 വയസ്സുള്ള മകൻ സ്വന്തം പിതാവിനെ വെട്ടി നിരക്കി ബ്രീഫ് കേസിലാക്കി കൊണ്ട് കളയുവാനിടയായി. എന്തായി കേൾക്കുന്നത്? അപ്പനെ വെട്ടിയൊരുക്കുന്നു, അമ്മയെ വെട്ടിയൊരുക്കുന്നു, ഭാര്യയെ വെട്ടിയൊരുക്കുന്നു, ഭർത്താവിനെ വെട്ടിയൊരുക്കുന്നു, മകനെ വെട്ടിയൊരുക്കുന്നു. പീസായി മൃഗതുല്യമായി നിഷ്ഠൂരന്മാരായി തീർന്നിരിക്കുകയാണ് ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർ. മനുഷ്യത്വം ലിബറേഷൻ നഷ്ടപ്പെട്ട് മനുഷ്യത്വമില്ലാത്ത അനുഭവത്തിലൂടെ മനുഷ്യൻ മാറുന്നു. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? മനുഷ്യനിൽ ദൈവഭയമില്ലാത്ത അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മതം ഏതോ ആയിക്കൊള്ളട്ടെ, മതം രണ്ടാമതാണ്, മനുഷ്യനാണ് ഒന്നാമത്. മതം രണ്ടാമതാണ്, ഏത് മതവും ആയിക്കൊള്ളട്ടെ, മതം രണ്ടാമതാണ്, മനുഷ്യനാണ് ഒന്നാമത്. നമ്മുടെ ശരീരത്തിലൊരു പിന്നു കൊണ്ടാൽ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടാൽ നമുക്ക് വേദന ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന പോലെയാണ് മറ്റൊരാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന അനുഭവമാണ്. എന്താണ്? ഉള്ളിൽ കിടക്കുന്നത് മാരക ലഹരിയാണ്. മാരക ലഹരി ഉള്ളിൽ ചെല്ലുമ്പോൾ അമ്മയേത്, പെങ്ങളേത്, ഭർത്താവേത്, ഭാര്യയേതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ മൃഗതുല്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനരായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി. മൃഗങ്ങളെ കത്തികൊണ്ട് പീസാക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തെ പീസാക്കുകയാണ്. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ഈ ലോകത്ത് രണ്ട് ശക്തികളാണുള്ളത്. ഒന്ന് ദൈവത്തിന്റെ ശക്തിയും രണ്ട് സാത്താന്യ ശക്തിയും. ഒന്നുകൂടെ പറഞ്ഞാൽ ധർമ്മവും അധർമ്മവും, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ നീതിയും അനീതിയും, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ഇരുട്ടും വെളിച്ചവും. ദൈവം വെളിച്ചമാണ്, ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, അവന് ഇരുളൊട്ടുമില്ല. എന്നാൽ സാത്താന്യ ശക്തി ഇരുളിന്റെ ശക്തികളാണ്. സാമ്രാജ്യത്വ ശക്തികളെ കീഴടക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ ഇരുട്ടിന്റെ അധികാരങ്ങൾ മനുഷ്യ ഹൃദയങ്ങളെ വശീകരിച്ച് നന്മയിൽ നിന്ന് തിന്മയിലേക്കും നേരായ പാതയിൽ നിന്ന് തെറ്റായ പാതയിലേക്കും ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്കും നയിക്കപ്പെടുകയാണ് ഈ ലോകത്തിന്റെ ഇരുട്ടിന്റെ ശക്തികൾ. മനുഷ്യനെ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും വഞ്ചനയിലേക്കും ചതിയിലേക്കും
ഉപായത്താൽ പെടുത്തി മദ്യവും മയക്കുമരുന്നും അവന്റെ ഉള്ളിലാക്കി അവന്റെ ബ്രെയിനെ മറിച്ചു കളഞ്ഞ് അവൻ മുൻപിൽ കാണുന്നത് അമ്മയോ പെണ്ണയോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ ബുദ്ധിയെ മറിച്ചു കളഞ്ഞുകൊണ്ട് അവൻ മൃഗതുല്യനായി മാറുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ദേഹം, ദേവി, ആത്മാവ്. ഇങ്ങനെ 3 ഘടകങ്ങൾ കൊണ്ട് പണിതിരിക്കുന്ന മനുഷ്യ ശരീരമാണ് നമുക്കുള്ളത്. നമുക്ക് ചിന്തിക്കുവാൻ ദൈവം അവസരം തന്നു, പ്രവർത്തിക്കാൻ അവസരം തന്നു, കഴിക്കുവാൻ അവസരം തന്നു, അത് നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുവാനുള്ള തിരിച്ചറിവിന്റെ അനുഭവങ്ങൾ ദൈവം നമുക്ക് തന്നു. എന്നാൽ ഉള്ളിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തി, അധർമ്മത്തിന്റെ ശക്തി, ഇതിന്റെ അധികാരങ്ങൾ മനുഷ്യനെ തെറ്റായ ദിശയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടുകൊണ്ട് തകർത്ത് കളയുകയാണ്. ഇന്ന് പകലിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ലോകത്തിൽ മദ്യവും മയക്കുമരുന്നും താൽക്കാലികമാണ്. അതെല്ലാം ഈശ്വരനിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ബൈബിൾ പറയുന്നു. മദ്യപിച്ച് ചാഞ്ചാടി നടക്കുന്നത് വിവേകമുള്ളവർക്ക് യോഗ്യമല്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നു: ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കഞ്ചുവപ്പ്, മദ്യം രുചിച്ചു നോക്കുന്നവർക്കും അത് പാത്രത്തിൽ തിളങ്ങുന്നത് നോക്കുന്നവർക്കും തന്നെ അതിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു: ഒരു കൊടിക്കം സർപ്പം പോലെ അത് കൊത്തും, അണലി പോലെ അത് കടിക്കും. ശരിയല്ലേ? മദ്യവും മയക്കുമരുന്നും ഉള്ളിൽ ചെന്നാൽ അത് പലരെയും കടിച്ചുകൊണ്ടും കുത്തിക്കൊണ്ടും ഇരിക്കുക, സർപ്പം പോലെ ആയിത്തീരുകയാണ്. എന്ന് വെച്ചാൽ അത് ഉള്ളിൽ ചെല്ലുമ്പോൾ സർപ്പം പോലെ അത് കോപവും ക്രോധവും നിറഞ്ഞ് അത് തിരിച്ചറിവ് നഷ്ടപ്പെട്ട മുമ്പിൽ നിൽക്കുന്നവരെ അത് വകവരുത്തുവാനായി നിൽക്കുന്ന അനുഭവം ഇതല്ലേ സർപ്പവും ചെയ്യുന്നത്? തന്റെ മുമ്പിലുള്ള മനുഷ്യന് മൃഗമോ ആരായിക്കൊള്ളട്ടെ അവരെ വകവരുത്തുക എന്നുള്ള ചിന്തകളോടുകൂടെ ചീറ്റി നടക്കുന്ന അനുഭവം ഇതല്ലേ ബൈബിൾ പറയുന്നു. അത് ഒടുക്കമത് സർപ്പം പോലെ കഴിക്കും, അണലി പോലെ കഴിക്കും, സർപ്പം പോലെ കൊത്തുമെന്ന്. എത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഭാര്യയെ വെട്ടിക്കൊള്ളുന്നു, ഭർത്താവിനെ വെട്ടിക്കൊള്ളുന്നു, മക്കളെ വെട്ടിക്കൊള്ളുന്നു, സർപ്പം പോലെ കഴിക്കുക. അത് വെച്ച് ആധാരം പോലെ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ അത് പാറി നടക്കുന്ന അനുഭവമാണ്. കഴിക്കുവാൻ കഴിയാതെ അത് സഹോദരിമാർ അന്തിയുറങ്ങുന്നത് മറ്റുള്ളവരുടെ വീട്ടിലാണ് അഭയം തേടുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, സഹോദരി, വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നതിനാൽ ചാഞ്ചാടി നടക്കുന്നവരാരും ജ്ഞാനിയാകുകയില്ല. ഇത് ബൈബിൾ പറയുന്നതാണ്. എത്ര കറക്റ്റാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതെല്ലാം മാറ്റണം. രാജ്യം നേർവഴിയിലേക്ക് വരണം. ദൈവമൊക്കെ ദൈവജനം ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, ഹിന്ദുവായാലും മുസൽമാനായാലും അത് ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ജൈനനായാലും എല്ലാവരുടെയും ശരീരത്തിലൂടെ ഓടുന്നത് ഒരേ കളറിലുള്ള രക്തമാണ്. വ്യത്യസ്ത കളർ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല. സ്ത്രീ പുരുഷൻ എന്ന 2 ജാതിയെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ, ആണും പെണ്ണുമായി. അതിനാണ് ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന് ശേഷം അത് ഈ ഭൂമിയിൽ മൃഗങ്ങളും പക്ഷികളും സസ്യാംഗങ്ങളും എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം നിലത്തിലെ പൊടിയിൽ നിന്ന് ചേർത്തെടുത്ത് അതൊരു മനുഷ്യരൂപമാക്കി. മനുഷ്യരൂപമാക്കിയത് വേറെ മൃഗത്തിന്റെ രൂപമല്ല, പക്ഷികളുടെ രൂപമല്ല, പിന്നെയോ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അത് ദൈവം എങ്ങനെ ഇരിക്കുന്നുവോ ആ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അത് മനുഷ്യനെ ഉണ്ടാക്കി. അത് തന്റെ ജീവശ്വാസം ഊതുവാനിടയായി. മൃഗത്തിന്റെ മേൽ അത് കടന്നിയെന്ന് ആത്മാവിനെ അല്ല, തന്റെ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ലേഖിയായി തീർന്നു. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യനെ ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങളെ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ ദൈവത്തിന്റെ ഈശ്വരനെ ആ ജീവശ്വാസം മനുഷ്യനിലേക്ക് വന്നപ്പോൾ അവൻ ജീവനുള്ള ലേഖിയായി തീർന്നു. അവനെ മൃഗമായിട്ടല്ല സൃഷ്ടിച്ചത്, പക്ഷെ മൃഗതുല്യവരായി മാറുകയാണ്. സ്വഭാവത്തിൽ, ജീവിത രീതികളിൽ, ആളെ കൊടുക്കൽ വാങ്ങുകളിൽ ചതവും വഞ്ചനകളും അത് കടന്നുകൂടി അവൻ മൃഗതുല്യമായി മാറുകയാണ്.
എന്നാൽ ഞങ്ങളുടെ ബൈബിൾ പറയുന്നു 112 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, 1-ാം വാക്യം, അവനെ യഹോവയെ ഭയപ്പെട്ട് അവരുടെ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരിടുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യം സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. ഈശ്വരഭക്തിയോടെ ദൈവഭക്തിയോടെ അത് നേർവഴി വിട്ടുപോകാതെ നേർവഴിയിൽ തന്നെ സഞ്ചരിച്ച ഇരുട്ടിന്റെ പ്രവർത്തികളെ അത് വെച്ചുകഴിഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഐശ്വര്യം സമ്പത്തുമുള്ളവനായി മാറുകയാണ്. ബൈബിൾ ഇങ്ങനെ വീണ്ടും പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് ഒരുക്കിയിരിക്കുന്നു. ലോകത്തിലേക്ക് അതെ ജനിച്ചതിന് ശേഷം മരിക്കുന്നവരുണ്ട്. യൗവനത്തിൽ, ബാല്യത്തിൽ, കൗമാരത്തിൽ, വാർദ്ധക്യത്തിൽ ഇങ്ങനെ വ്യത്യസ്ത ജീവിത ചക്രങ്ങളിലൂടെ ലോകം വിട്ട് കടന്നു പോകുന്ന ആത്മാവാണ്. എന്നാൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുന്നു. ആ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയോ ആകട്ടെ, ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയോ ആകട്ടെ, ആണോ പെണ്ണോ, യൗവനക്കാരനോ യൗവനക്കാരത്തിയോ, അത് ബാല്യക്കാരോ അതോ ബുദ്ധനോ ജൈനനോ, അത് ഏത് വ്യക്തിയാകട്ടെ, മതമേതെന്ന് ചോദിക്കുന്നില്ല. ആദ്യ ബ്രഹ്മാണ്ടത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ചെല്ലണമെങ്കിൽ മരണശേഷം ഒറ്റ വഴിയേ ഉള്ളൂ. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ മാത്രം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ച യേശു ക്രിസ്തു, ലോകത്തിലുള്ളവരെ സ്നേഹിച്ച യേശു ക്രിസ്തു, മനുഷ്യനെ സ്നേഹിച്ച യേശു ക്രിസ്തു ആകെ തന്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി കാൽവരിയിൽ ഒറ്റപ്പെടുവാനിടയായി. അനേക അവതാര പുരുഷന്മാർ ഈ ലോകത്തിൽ വന്നു പോയെങ്കിലും അവരെല്ലാവരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. പാലസ്തീന്റെ മണ്ണിൽ അടഞ്ഞു കിടക്കുന്ന എത്രയോ കല്ലറകളുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ഒരു കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. പാലസ്തീന്റെ മണ്ണിൽ എത്രയോ പുരോഹിതന്മാർ ജനിക്കപ്പെട്ടു, എത്രയോ പ്രവാചകന്മാർ ജനിക്കപ്പെട്ടു. അതെ, ആ പാലസ്തീന്റെ മണ്ണിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒറ്റ കല്ലറയേ ഉള്ളൂ. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറ. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ പോയതുപോലെ വീണ്ടും വരും. യേശു ക്രിസ്തു വീണ്ടും വരും. ഇത് മിഥ്യയല്ല, കെട്ടുകഥയല്ല, കിഴവിക്കഥയല്ല, യാഥാർത്ഥ്യമാണ്. ബൈബിൾ പറയുന്നു, അവൻ ഒരിക്കൽ വന്നെങ്കിൽ അവൻ വീണ്ടും വരും. ആരെ ചേർക്കുവാൻ? ആരെ? തന്റെ ജനത്തെ ചേർക്കുവാൻ മാത്രം വരും. കൊലപാതകങ്ങളെ ചേർക്കുവാനല്ല, മദ്യപാനികളെ ചേർക്കുവാനല്ല, ആരെ വ്യഭിചാരം ചെയ്യുന്ന വ്യക്തികളെ ചേർക്കുവാനല്ല, ആരെ ചതുവ് ചെയ്യുന്നവരെ ചേർക്കുവാനല്ല, മദ്യ കച്ചവടം ചെയ്യുന്നവരെ ചേർക്കുവാനല്ല, കഞ്ചാവ് ബിസിനസ് ചെയ്യുന്നവരെ ചേർക്കുവാനല്ല. അവൻ നീതിയോടെ ന്യായത്തോടെ തന്റെ രക്തത്താൽ കൈകൾ പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ചേർക്കുവാനവൻ ആരെ ദാനമേകേ കടന്നു വരും. ആ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ ഞങ്ങൾ നിങ്ങളെ ആദരവുമായി സ്വാഗതം ചെയ്യുകയാണ്. ആ യേശു ക്രിസ്തുവിനെ ചേർക്കുവാൻ, ആ യേശു ക്രിസ്തു നിങ്ങളെ ചേർക്കുവാൻ അവൻ കടന്നു വരും. നിങ്ങളെ ചേർക്കുവാൻ അവൻ കടന്നു വരും. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സ്നേഹിതരെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. അതെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ സഹോദര, നീ ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്റെ പാപം പോക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പാപം എത്ര കടിഞ്ഞുട്ടായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. ഒരുപക്ഷെ അത് മാറ്റുവാൻ കഴിയാത്ത മദ്യപാനിയായിരിക്കാം, അതെ രക്ഷപ്പെടുവാൻ കഴിയാത്ത മയക്കുമരുന്നിൽ അടിമപ്പെട്ട വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നീ തകർന്ന ഹൃദയത്തോടെ കടഭാരവും പേറി ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ല, മാരക രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം. ഇല്ല, പോകട്ടെ, നിന്റെ ഭവനത്തിൽ അല്പ സമാധാനത്തിന് വേണ്ടി നീ കേഴുന്നവരായിരിക്കാം. അതും പോകട്ടെ, അല്പം സ്നേഹത്തിന് വേണ്ടി
നീ ദാഹിക്കുന്ന വ്യക്തിയായിരിക്കാം, എങ്ങനെയുള്ള വ്യക്തിയാകട്ടെ, യേശു ഇതെല്ലാം തരുവാൻ മതിയായ ദൈവമാണ്. യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ, കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. പലസ്തീന മണ്ണിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ പോയതുപോലെ അവൻ വീണ്ടും വരും. രാജാതിരാജാവായി അവൻ കടന്നു വരും. സർവശക്തനായ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, മനുഷ്യവർഗത്തെ മുഴുവനും സേവിപ്പാൻ കടന്നു വന്ന ദൈവം, തന്റെ അവസാനത്തുള്ളി രക്തമറയും കാൽവരി ക്രൂശിൽ ഊറ്റിക്കൊടുത്ത ദൈവം, അവൻ രണ്ടാമതായി അവൻ വീണ്ടും വരും. അവൻ തന്റെ ജനത്തെ ചേർക്കുവാൻ, രക്ഷിക്കപ്പെട്ട ജനത്തെ ചേർക്കുവാൻ, അവൻ പാപമോചനം പ്രാപിച്ച ജനത്തെ ചേർക്കുവാൻ, തന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ജനത്തെ ചേർക്കുവാൻ അവൻ വീണ്ടും കടന്നു വരും. നിന്റെ കൊച്ചു ഹൃദയം അവനായി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിന്റെ ഹൃദയം മറ്റു പല ആകുല ചിന്തകളാൽ വലയുന്ന ഹൃദയമായിരിക്കാം. എന്നാൽ നിന്റെ കൊച്ചു ഹൃദയം ദൈവത്തിനായി കൊടുക്കുക. ഇന്നേക്ക് 2026 വർഷത്തിന് മുമ്പേ സ്വർഗത്തിലെ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുഴുവൻ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശുമരണത്തോട് മനസ്സമുള്ളവനായി ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ സ്നേഹിക്കാനാണ്. ഒരുപക്ഷെ വിട്ടു പിരിയുവാൻ കഴിയാത്ത, വിട്ടുമാറുവാൻ കഴിയാത്ത പാപത്തിൽ അകപ്പെട്ട വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ആദ്യ മദ്യപാനത്തിലും മയക്കുമരുന്നിലും അവന്റെ കെടിയിൽ കൊടികപ്പെട്ട് അത് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം ഞങ്ങളോടുകൂടെ പ്രാർത്ഥിപ്പാൻ നീ ആഗ്രഹിക്കുന്നുവോ? യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ നീ ആഗ്രഹിക്കുന്നുവോ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെ അത് വിടിവിപ്പാൻ ആഗ്രഹിക്കുന്നുവോ? ഇന്നേക്ക് 2026 വർഷത്തിന് മുൻപേ കടന്നു വന്നത് നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിവാ. നിന്നെ സ്നേഹിച്ച യേശു ക്രിസ്തു, ഞങ്ങളെ സ്നേഹിച്ച യേശു ക്രിസ്തു നിന്നെയും സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളിൽ ഒരു നാളിൽ ആർക്കും കീഴ്പ്പെടാതെ, മനുഷ്യനെ അനുസരിക്കാതെ, ദൈവത്തെ ഭയപ്പെടാതെ, അത് തെറ്റായ ദിശയിലൂടെ സഞ്ചരിച്ച ഞങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിന്റെ കൃപയാൽ, വചനത്താൽ, യേശു ക്രിസ്തുവിന്റെ നാമത്താൽ ആദ്യം ഞങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെയെങ്കിൽ ഞങ്ങളെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ അടുക്കിലേക്ക് കടന്നുക. ആദ്യം മകനും മകളുമായി തീരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്ക്. ആ കഴുകൽ പ്രാപിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ അവകാശിയായി തീരുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓർക്കുക, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. ആ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ഒറ്റ വഴിയേ ഉള്ളൂ. യേശു ക്രിസ്തുവിൽ നിന്റെ ഹൃദയം കൊടുക്കുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ, ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട മാറ്റമില്ലാത്ത വചനം ഈ ദേശത്ത് വിളിച്ചറിയിക്കാൻ ഇടയാക്കിയല്ലോ. അതിന് കേട്ടവരാരും നശിച്ചു പോകാതെ യേശുവിനെ രക്ഷകൻ ആദരമായി സ്വീകരിച്ച് നിത്യരാത്രി ഓഹരിക്കാരാത്രി ഒരുക്കണമായി പ്രാർത്ഥിക്കാം. മദ്യപാനത്തിലും മയക്കുമരുന്നിലും അസമാധാനത്തിലും വ്യക്തികൾക്ക് ദൈവസമാധാനം കൊടുക്കണമായി പ്രാർത്ഥിക്കും. കുഞ്ഞു പ്രാർത്ഥന. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ രാവിലെ കാലം കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ, വീണ്ടും കർത്താവേ IPC സഭയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ മീറ്റിംഗ് ഞങ്ങൾക്ക് കർത്താവേ ഇവിടെ വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം വിളിച്ചപേക്ഷിക്കുവാൻ, വിളിച്ചു പറയുവാൻ കർത്താവെ നിന്റെ ദാസനെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. മറ്റൊരുതലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവോത്സവത്തിൽ പേരെഴുതിക്കാണ ദേവനെയും ദീപയായി തള്ളിയിരും. ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. കർത്താവേ, വചനം കേട്ടവർ അവരുടെ ഉള്ളിൽ സംഗ്രഹിപ്പാൻ, ഹല്ലേലൂയ, അവർ സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ അവരുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അവിടുന്ന് ബലപ്പെടുത്തണം. ഞങ്ങൾ ഇത് അറിഞ്ഞില്ല എന്നോ കേട്ടില്ല എന്ന് പറയാൻ ആർക്കും ഇടയാകാതെ അവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു
കേൾക്കണം. അവരെ ഓരോരുത്തരെ കൊടുക്കണമേ. ഞങ്ങളെ കടൽ കൊണ്ടോളത്തിലെയും അവിടുത്തെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജന്മ യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കേൾക്കണം പ്രിയ പിതാവേ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു മനസ്സ് നടന്നവരെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു ഹൃദയം മുറിയവർക്ക് സമീപസ്ഥനായിരിക്കുന്നു. യേശുക്രിസ്തു മുറിവേറ്റവരുടെ ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന. യേശുക്രിസ്തു ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നു. യേശുക്രിസ്തു സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത നൽകുന്നു. യേശുക്രിസ്തു സമാധാനമില്ലാത്ത വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് സമാധാനത്തെ കൊടുക്കുന്ന. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്ന. യേശുക്രിസ്തു